ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനമുണ്ടായ ധാരാലിൽ രക്ഷാദൌത്യം ഇന്നും തുടരും. 60-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി നിഗമനം. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. മേഖലയിൽ കുടുങ്ങി 28 മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുകയാണ്. വിനീത വിജി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന കാര്യം വിനീത നേരത്തെ വിശദീകരിച്ചിരുന്നു. ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയടക്കം തുടർ നീക്കങ്ങൾ ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ വരും മണിക്കൂറുകളിൽ, ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ കുടുങ്ങിയ മലയാളികളുടെ കാര്യത്തിലാണ്. അവർ സുരക്ഷിതരാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. അവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കം ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് വിനീത? തീർച്ചയായും ടി കെ, ഇവരിപ്പോൾ ഗംഗോത്രിക്ക് സമീപമാണ് ഈ മലയാളികളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരവിടെ സുരക്ഷിതമായി തന്നെ കഴിയുകയാണ്. അവരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ മലയാളികൾ 28 പേരും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും അവിടെ പല മേഖലകളിലും ഈ റെഡ് അലേർട്ടും മഴയും ഒക്കെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അവിടെ നിന്നുള്ള പ്രാദേശികമായുള്ള ജില്ലാ ഭരണകൂടവും ഒക്കെയായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. SDRF, NDRF സംഘങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ച രക്ഷാപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ പ്രശ്നബാധിത ധരാലി അടക്കമുള്ള മേഖലകളിലെ സ്ഥിതിഗതികളും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരകാശിയിലടക്കം ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ മേഖലകളിലേക്ക്, ഈ ധരാലിയിലേക്കൊക്കെ എത്തിച്ചേരുന്ന പാതകൾ, ആ മേഖലകളിലേക്കുള്ള റോഡുകൾ, പാലങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നു പോയൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നൊരു വിവരം, ഈ ബദ്രിനാഥിലേക്കുള്ള ദേശീയപാതയിൽ ഈ കുന്ന് ഇടിഞ്ഞ് വീണ് അവിടെയും ഇത്തരത്തിലേക്ക് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നത്. കാരണം ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് പോകുന്ന വഴികളിലൊക്കെ സമാനമായിട്ടുള്ള ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകളും ഇത്തരത്തിലേക്ക് ഈ കുന്നിടിഞ്ഞ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ മറികടന്ന് വേണം അവിടേക്ക് എത്താൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഈ ദുരന്തത്തെ നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടി കെ, ധരാലിയിലെ രക്ഷാദൌത്യം തുടരുകയാണ്. ദുഷ്കരവും ശ്രമകരവുമാണ് രക്ഷാദൌത്യമെന്നാണ് ഇപ്പോൾ വിനിത വിജി റിപ്പോർട്ട് ചെയ്തത്.